സ്വന്തം പങ്കാളിയെ ആർക്കെങ്കിലും പങ്കുവെക്കാൻ നിങ്ങൾ ആരെങ്കിലും തയ്യാറാകുമോ? ആവില്ല എന്നാണെങ്കിൽ നിങ്ങളുടെ ഹൃദയത്തിന് വിശാലത വളരെ കുറവാണെന്ന് ഞാൻ പറയും. ഒരാൾ പ്രണയിക്കുന്ന സമയത്ത് പങ്കാളി മറ്റൊരാളിനെ നോക്കുന്നതിൽ പോലും അസ്വസ്ഥത കാണിക്കുന്ന കമിതാക്കളെ നമുക്കറിയാം. നമ്മളിൽ പലരും ആ അവസ്ഥ കടന്നു വന്നവരുമായിരിക്കും. അങ്ങനെയൊന്നും നടന്നു കഴിഞ്ഞാൽ ആ പിണക്കം മാറാൻ ചിലപ്പോൾ ദിവസങ്ങൾ വരെ എടുക്കും. ഇങ്ങനെയുള്ള ചപല ഹൃദയമുള്ളവർക്കെല്ലാം ഒരു മാതൃകയാവാൻ ഒരുങ്ങുകയാണ് തെലങ്കാനയിലെ ഒരു പയ്യനും രണ്ട് പെൺകുട്ടികളും. ഒരേ ദിവസം ഒരേ വിവാഹ പന്തലിൽ വെച്ച് യുവാവ് രണ്ട് യുവതികളെ വിവാഹം ചെയ്ത കഥ നമുക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. എന്നാൽ തെലങ്കാനയിലെ കൊമരം ഭീം ആസിഫാബാദ് ജില്ലയിലെ ആളുകൾക്ക് ഇത് നിസ്സാരമാണ്. കാരണം കഴിഞ്ഞ ദിവസം ലിംഗപ്പൂർ മണ്ഡലത്തിലെ ഗുന്നൂർ ഗ്രാമവാസിയായ സൂര്യദേവാണ് ലാൽ ദേവിയെയും ദൽഗാരി ദേവിയെയും വിവാഹം കഴിച്ചത്. അതിന് സാക്ഷ്യം വഹിച്ചത് ഇവരൊക്കെയായിരുന്നു. സൂര്യദേവിന് ഒരേ സമയം ഇവരെ രണ്ടുപേരെയും ഇഷ്ടമായിരുന്നു. രണ്ടിലേതെങ്കിലും ഒന്ന് ചൂസ് ചെയ്യാൻ എല്ലാവരും പറഞ്ഞെങ്കിലും സൂര്യയെ സംബന്ധിച്ച് അതിനേക്കാൾ ഭേദം മരണമായിരുന്നു. ഒടുവിൽ രണ്ടുപേരെയും മറക്കാൻ കഴിയില്ലെന്ന് പൂർണ്ണമായി ബോധ്യമായതോടുകൂടി അയാൾ ഒരു തീരുമാനമെടുത്തു. രണ്ടുപേരെയും അങ്ങ് കെട്ടുമെന്ന്. പിന്നെ ഒന്നും നോക്കിയില്ല, ഒറ്റ ചടങ്ങിൽ വെച്ച് രണ്ടുപേരെയും വിവാഹം കഴിക്കാൻ തീരുമാനിക്കുകയായിരുന്നു. ക്ഷണക്കത്തിൽ പോലും ഈ ഒരുമയുണ്ടായിരുന്നു എന്നതാണ് ഏറ്റവും രസകരം. ഒറ്റ വിവാഹ ക്ഷണക്കത്തിൽ തന്നെ രണ്ടു വധുവിന്റെയും പേര് അച്ചടിച്ച് വൻ ആഘോഷമാക്കിയാണ് വിവാഹം നടന്നത്. വീട്ടുകാരുടെയും ബന്ധുക്കളുടെയും ഗ്രാമവാസികളുടെയും സാന്നിധ്യത്തിൽ രണ്ട് യുവതികളെയും യുവാവ് വിവാഹം കഴിച്ചു. ഗ്രാമത്തിലെ മുതിർന്നവർ ആദ്യം സമ്മതിച്ചില്ലെങ്കിലും ഒടുവിൽ അവർ സമ്മതിക്കുകയായിരുന്നു. ഇന്ത്യയിൽ ഹിന്ദുക്കൾ ബഹുഭാര്യത്വം അനുഷ്ഠിക്കുന്നത് നിയമവിരുദ്ധമാണ്. അതൊക്കെ മുസ്ലിങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളതാണെന്നായിരുന്നു അവരുടെ മതങ്ങൾക്കിടയിലെ ചിന്ത. ഇത് തന്നെയായിരുന്നു ഗ്രാമത്തിലുള്ളവർ വിവാഹത്തിൽ നിന്നും ഇവരെ പിന്തിരിപ്പിക്കാൻ നോക്കിയതിന്റെ കാരണവും. എന്നാൽ ഒടുക്കം ഇവരുടെ നിശ്ചയദാർഢ്യത്തിനു മുൻപിൽ എല്ലാവരും പത്തി താഴ്ത്തുകയായിരുന്നു. അതേസമയം ആദ്യമായല്ല ഇത്തരം ഒരു സംഭവം എന്നാണ് വാർത്തകൾ പറയുന്നത്. 2021 തെലങ്കാനയിലെ ആദിലാബാദ് ജില്ലയിൽ മറ്റൊരാൾ ഒരു മണ്ഡപത്തിൽ വെച്ച് രണ്ട് പെൺകുട്ടികളെ വിവാഹം കഴിച്ചിരുന്നു. 3 കുടുംബാംഗങ്ങളുടെയും സമ്മതത്തോടു കൂടിയാണ് ഉദ്ദൂർ മണ്ഡലത്തിൽ ചടങ്ങ് നടന്നതാണ് റിപ്പോർട്ടുകൾ. അതുപോലെ 2022 ജാർഖണ്ഡിൽ ലോകർദാഗയിൽ ഒരാൾ തന്റെ രണ്ട് കാമുകിമാരെയും വിവാഹം കഴിച്ചിരുന്നു. കേരളത്തിൽ മുസ്ലിം സമുദായത്തിൽപ്പെട്ട പലരും രണ്ടും മൂന്നും ഒക്കെ കെട്ടുന്ന കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ രണ്ട് കെട്ടുന്നു എന്നതിലല്ല കൗതുകം, ഒരേ സമയം രണ്ടുപേരെയും പ്രണയിച്ചു എന്നും ഇത് അറിഞ്ഞിട്ടും രണ്ട് പെൺകുട്ടികളും ഒരേ മണ്ഡപത്തിൽ വെച്ച് തന്നെ ആ കല്യാണത്തിന് ഒരുങ്ങി എന്നതുമാണ്. അതിലാണ് അതിശയം. വെറുതെ ഒന്ന് ഓർത്തു നോക്കൂ, ഇങ്ങനെ നമ്മൾ ആരെങ്കിലുമാണ് ഒരേ സമയം രണ്ടുപേരെ പ്രണയിക്കുന്നതും കല്യാണം കഴിക്കുന്നതും എങ്കിൽ എന്ത് സംഭവിക്കുമെന്ന്. എങ്കിൽ ഒരേ മണ്ഡപത്തിൽ വെച്ച് കല്യാണം മാത്രമല്ല ഒരേ കുഴിയിൽ തന്നെ അടക്കം കഴിയുമായിരുന്നു. ഒരു സംശയവുമില്ല കാര്യത്തിന്.